Hi everyone. നമ്മുടെ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്റർപോളേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ചെറിയൊരു ടോപ്പിക് ഐട്രേഷൻ മെത്തേഡ് കൂടെ എടുത്തിട്ട് ഇന്റർപോളേഷനിലേക്ക് പോവാം. ഐട്രേഷൻ മെത്തേഡ്. സപ്പോസ് നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക. ആ ഇക്വേഷൻ നമ്മൾ എക്സ് ഈസ് ഈക്വൽ ടു ഫൈവ് ഓഫ് എക്സ് എന്ന് റീറൈറ്റ് ചെയ്യുക. ഇപ്പം എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷനെ നമുക്ക് എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ മാറ്റി എഴുതുക. അങ്ങനെ എഴുതിയ ശേഷം നമ്മൾ ഇതാണ് എക്സാമ്പിള്. എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0 എന്നുള്ളതിനെ നമുക്ക് എക്സ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് ഹോൾ റൈസ് ടു മൈനസ് 1/2 എന്നും, അതായത് ആ സ്ക്വയർ ആയിട്ട് കിടക്കുന്ന ടേമിനെ മാറ്റിയിട്ട് പിന്നെ അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 1 മൈനസ് എക്സ് ക്യൂബ് ഹോൾ റൈസ് ടു 1/2 എന്നും എഴുതാൻ പറ്റും. ഇത് പല വിധത്തിൽ എഴുതാൻ പറ്റും. അങ്ങനെ ഒരു എക്സാമ്പിൾ നമ്മൾ ക്ലാസ്സിൽ ചെയ്തായിരുന്നു. 4-5 വിധത്തിൽ ഒരു ഫംഗ്ഷനെ മാറ്റി എഴുതാൻ പറ്റുന്ന ഒരു എക്സസൈസ് ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ. ഇനി ലെറ്റ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട്, ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ദ റൂട്ട് ആൽഫ, എക്സാക്ട് റൂട്ട് ആൽഫയാണ്. അതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് ആണ്. അപ്പം ഇതിൽ ഫസ്റ്റ് അപ്രോക്സിമേഷൻ കിട്ടാൻ വേണ്ടി എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം x1 ഈക്വൽ ടു ഫൈവ് ഓഫ് എക്സ് നോട്ട് എന്ന് കിട്ടും. അതിങ്ങനെ സക്സസീവ് അപ്രോക്സിമേഷൻസ് ആയിട്ട് എക്സ് എൻ പ്ലസ് 1 ഈസ് ഈക്വൽ ടു ഫൈവ് ഓഫ് എക്സ് എൻ എന്ന് കിട്ടും. ഇനി ഇപ്പം നമുക്ക് ഒരു സീക്വൻസ് ആയി x1 x2 എക്സെട്ര എന്ന് കിട്ടും. അത് എപ്പോഴും ഈ നമ്പർ ആൽഫയിലേക്ക് കൺവേർജ് ചെയ്തോളണമെന്ന് നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എക്സ് ഈക്വൽ ടു 10 റൈസ് ടു എക്സ് പ്ലസ് 1 എടുക്കുകയാണെങ്കിൽ എക്സ് നോട്ട് ഈക്വൽ ടു 0, x1 ഈക്വൽ ടു 2, x2 ഈക്വൽ ടു 101 എക്സെട്ര എന്ന് കിട്ടും. അതെപ്പോഴും റൂട്ടിലേക്ക് കൺവേർജ് ചെയ്യുന്നില്ല. xn increases as n increases, but the sequence converge under certain conditions. If, however, xn converges to alpha and phi is continuous, xn plus 1 equal to phi of xn നമുക്കറിയാം. We see that alpha is equal to phi of alpha. ആ കേസിൽ ആൽഫ ആണ് ഈ ഇക്വേഷൻ്റെ റൂട്ട്. ഇനി അടുത്തൊരു തിയറി ഞാൻ ജസ്റ്റ് സ്റ്റേറ്റ് ചെയ്യാം. അതിൻ്റെ പ്രൂഫ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. എക്സ് ഈക്വൽ ടു ആൽഫ ബി എ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് ലെറ്റ് ഐ ബി ആൻ ഇൻ്റർവെൽ കണ്ടെയ്നിങ് ആൽഫ. Let phi of x and phi dash of x be continuous on I, where phi of x is defined by x is equal to phi of x if mod phi dash of x less than 1 for all x belong to I, then sequence x0, x1, x2, etc. defined in. അതിന് മുൻപ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇത് വേറൊരു ടെക്സ്റ്റിനാണ് ഞാൻ എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ കോട്ട് ചെയ്തിരിക്കുന്ന ഇക്വേഷൻ കിട്ടിക്കൊള്ളണമെന്നില്ല. അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് പിന്നീട് ചോദിച്ചാൽ മതി. എന്തായാലും ഈ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. കൺവേർജസ് ടു എ റൂട്ട് ആൽഫ പ്രൊവൈഡഡ് ദി ഇനീഷ്യൽ അപ്രോക്സിമേഷൻ എക്സ് നോട്ട് ഈസ് ചൂസൺ ഇൻ ഐ. അതായത് എക്സ് ഈക്വൽ ടു ആൽഫ എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ്റെ റൂട്ട്. ഐ എന്ന് പറയുന്നത് ഇൻ്റർവെൽ കണ്ടെയ്നിങ് ആൽഫയാണ്. ഫൈ ഓഫ് എക്സും ഫൈ ഡാഷ് ഓഫ് എക്സും ഐയിൽ കണ്ടിന്യൂസ് ആണ്. ആൻഡ് ഫൈ ഈസ് ഡിഫൈൻഡ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ്. ഇപ്പം മോഡ് ഫൈ ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ ഈ സീക്വൻസ് ഇത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ജസ്റ്റ് എക്സ് എൻ ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് എൻ മൈനസ് 1 ആണ്. അതാണ് ഈ ഡെഫിനിഷനിൽ പറയുന്നത്. ഇത് കൺവേർജസ് ടു റൂട്ട് ആൽഫ
provided the initial approximation x naught is chosen in I. Okay. ഇനി അടുത്ത നമ്മൾ അപ്പോൾ നമ്മുടെ ഇന്റർപോളേഷൻ എന്നുള്ള ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഇന്റർപോളേഷൻ ആൻഡ് പോളിനോമിയൽ അപ്രോക്സിമേഷൻ. അപ്പോൾ ഈ സെറ്റ് ഓഫ് ടാബുലാർ വാല്യൂസ് x1 y1 x2 y2 എക്സെട്ര എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റ് ഓഫ് ടാബുലാർ വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ട്. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ്പ്ലിസിറ്റ്ലി നോൺ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ അല്ല. നമ്മൾ എഫ് ഓഫ് എക്സ് എന്നുള്ളതിൻ്റെ വാല്യൂ കറസ്പോണ്ടിങ് ടു ഗിവൺ വാല്യൂസ് എക്സ് ഇൻ ദ റേഞ്ച് എക്സ് നോട്ട് ലെസ് ദാൻ എക്സ് എൻ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പം നമുക്ക് ആദ്യം ജി ഓഫ് എക്സ് കണ്ടുപിടിക്കുക. അതിൻ്റെ പ്രൊസീജിയറാണ് പറയുന്നത്. ആദ്യം ജി ഓഫ് എക്സ് കണ്ടുപിടിക്കുക. എങ്ങനെ ജി ഓഫ് എക്സ് എങ്ങനെ ഉണ്ടാവുക? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു f of x equal to g of x for all xi I is equal to 1 to n. ഇങ്ങനെ the required value of f of x at some point x is g of x. അപ്പോൾ നമ്മൾ അതിനെ അപ്രോക്സിമേറ്റ് ചെയ്യാണ്. നമുക്ക് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ആണ് ഈ എക്സ് നോട്ട് ടു എക്സ് എന്നിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ജി ഓഫ് എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. ജി ഓഫ് എക്സ് എഫ് ഓഫ് എക്സുമായിട്ട് x1 ടു എക്സ് എന്നിൽ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ജി ഓഫ് എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ റിക്വയർഡ് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് തരും. ജി ഓഫ് എക്സിന്റെ വാല്യൂ എന്താണോ അത് ആയിരിക്കും എഫ് ഓഫ് എക്സിന്റെയും വാല്യൂ. അങ്ങനെയുള്ള ഒരു അപ്രോക്സിമേഷൻ മെത്തേഡാണ് ഈ ഇന്റർപോളേഷൻ എന്ന് പറയുന്നത്. ജി ഓഫ് എക്സ് ഇപ്പോൾ ഒരു പോളിനോമിയൽ ആണെങ്കിൽ നമ്മൾ അതിനെ പോളിനോമിയൽ ഇന്റർപോളേഷൻ എന്ന് പറയും. ഇപ്പോൾ ഒരു നോർമൽ ഫംഗ്ഷൻ പോളിനോമിയൽ ആയിക്കൊള്ളുന്നില്ല, ഒരു സാധാരണ ഒരു ഫംഗ്ഷൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അതിനെ ഒരു പോളിനോമിയൽ വെച്ച് അപ്രോക്സിമേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പോളിനോമിയൽ ഇന്റർപോളേഷൻ എന്ന് പറയും. നമ്മൾ വിയർസ്ട്രാസ് അപ്രോക്സിമേഷൻ തിയറം ഒക്കെ പഠിക്കും നമ്മൾ. ഇനി നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യമാണ് പോളിനോമിയൽസ് വെച്ചിട്ട് ഏത് കണ്ടിന്യൂസ് ഫംഗ്ഷനെയും അപ്രോക്സിമേറ്റ് ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റ്. അതിൻ്റെ ഒരു തുടക്കമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ അനലൈസ് ചെയ്യാൻ പറ്റും. ഇനി interpolation and Lagrange polynomial. One of the most useful and well-known classes of functions mapping the set of real numbers into itself is algebraic polynomials. അതായത് ഒരു വെൽ നോൺ ക്ലാസ് ഓഫ് ഫങ്ഷൻസ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിനെ ആ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്ന ഒരു വെൽ നോൺ ക്ലാസ് ഓഫ് ഫങ്ഷൻസ്, മോസ്റ്റ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഫങ്ഷൻസിനെയാണ് ആൾജിബ്രിക് പോളിനോമിയൽസ് എന്ന് പറയുന്നത്. അപ്പൊ സെറ്റ് ഓഫ് ഫങ്ഷൻസ് ഈ ഫോമിലായിരിക്കും ഉണ്ടാവുക. an x raised to n plus an minus 1 x raised to n minus 1 plus a1 x plus a0, where n non-negative integer, a0 etc. an real constants. Even uniformly approximate continuous functions. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ പോളിനോമിയൽസ് എങ്ങനെയാണ് യൂണിഫോംലി അപ്രോക്സിമേറ്റ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ഫങ്ഷൻസിനെ. ഇനി ഫങ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഡിഫൈൻഡ് ആൻഡ് കണ്ടിന്യൂസ് ആൻഡ് ബൗണ്ടഡ് ഓൺ എ ബൗണ്ടഡ് ഇന്റർവെൽ there exists a polynomial that is as close to the given function as ഒരു മിനിറ്റ്. as desired.
that is as close to the given function as desired. ഈ വേർഡ് മിസ്സിംഗ് ആയി പോയതാണ്, സ്കാൻ ചെയ്തപ്പോൾ മിസ് ചെയ്തതാണ്. as desired. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും പാർട്ടിൽ ഈ സ്കാൻ ചെയ്ത പോർഷൻ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ഞാൻ നോട്ട് സെപ്പറേറ്റ് ആയിട്ട് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് വെയർസ്ട്രാസ് അപ്രോക്സിമേഷൻ തിയറത്തിലേക്കാണ്. വെയർസ്ട്രാസ് അപ്രോക്സിമേഷൻ തിയറത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇനി പഠിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ നേരത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞിരുന്നു. സപ്പോസ് എഫ് ഈസ് ഡിഫൈൻഡ് ആൻഡ് കണ്ടിന്യൂസ് ഓൺ closed AB. For each epsilon greater than 0, there exists polynomial p of x with the property that f of x minus p of x less than epsilon for all x in closed AB. അതായത് ഏതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനെയും നമുക്കൊരു ക്ലോസ്ഡ് ഇന്റർവെൽ ഇവിടെ എ ബി ഉണ്ട്, ഇവിടെ ബി ഉണ്ട്. ഓക്കെ, ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയില് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഏത് ഫംഗ്ഷനെയും ഫോർ ഈച്ച് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 നമുക്കൊരു പോളിനോമിയൽ പി ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യും വിത്ത് ദ പ്രോപ്പർട്ടി ദാറ്റ് എഫ് ഓഫ് എക്സ് മൈനസ് പി ഓഫ് എക്സ് വളരെ ചെറുതാവും. അതായത് എഫ് ഓഫ് എക്സ് പി ഓഫ് എക്സിനോട് ക്ലോസ് ആവും. ഏതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ തന്നാലും നമുക്കൊരു പോളിനോമിയൽ ഫംഗ്ഷൻ എടുക്കാൻ പറ്റും. ദാറ്റ്സ് ദാറ്റ് ഈ പോളിനോമിയൽ ഫംഗ്ഷൻ ഈ കണ്ടിന്യൂസ് ഫംഗ്ഷനോട് വളരെയധികം ക്ലോസ് ആയിട്ട് നിൽക്കുന്നു. എല്ലാ എക്സിനും എക്സ് വാല്യൂസിനും A,Bയിലുള്ള എല്ലാ എക്സ് വാല്യൂസിനും അത് വളരെയധികം കണ്ടിന്യൂസ് ആയി നിൽക്കുന്നു എന്നുള്ളൊരു പ്രോപ്പർട്ടിയിൽ നമുക്കിത് ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പോളിനോമിയൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി ലഗ്രാഞ്ച് ഇന്റർപോളേറ്റിംഗ് പോളിനോമിയൽസ് എന്താണ്? പ്രോബ്ലം ഓഫ് ഡിറ്റർമൈനിങ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 1 ദാറ്റ് പാസസ് ത്രൂ ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സ് x0, y0 and x1, y1 is same as approximating a function f for which f of x0, f of x0 equal to y0 and f of x1 equal to y1 by means of a first degree polynomial with first degree polynomial interpolating or agreeing with the values of f as given points. Using this polynomial for approximation within the interval given by the endpoints is called polynomial interpolation. അതായത് നമുക്ക് ഈ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 1, അതായത് x0 y0 കൂടി x1 y1 കൂടി പാസ് ചെയ്യുന്ന ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സ് ആണ് x0 y0 x1 y1. ഇത് രണ്ടിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു പോളിനോമിയൽ ഓഫ് ഡിഗ്രി 1നെ നമ്മൾ കണ്ടുപിടിക്കുന്നത് സെയിം ആസ് ഫൈൻഡിങ് approximating a function f with f of x0 equal to y0 and f of y1 equal to f of x1 equal to y1 by means of first degree polynomial interpolating or agreeing with the values of f as given points. ഈ പോളിനോമിയൽ ഫോർ അപ്രോക്സിമേറ്റിംഗ് വിത്തിൻ ദ ഗിവൺ ഇന്റർവൽ എൻഡ് പോയിന്റ്സിനെയാണ് നമ്മൾ പോളിനോമിയൽ ഇന്റർപോളേഷൻ എന്ന് പറയുന്നത്. അപ്പൊ x0 y0 കൂടി x1 y1 കൂടി പാസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നതും എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് വൈ, ഒരു പോളിനോമിയൽ കണ്ടുപിടിക്കുന്നതും എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു വൈ നോട്ട് എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു വൈ വൺ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നതും സെയിം ആണ് എന്നുള്ളതാണ് പോളിനോമിയൽ ഇന്റർപോളേഷൻ പറയുന്നത്. ഇനി ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടൊരു കാര്യം പറയാം. n ഈക്വൽ ടു 2 ആവുമ്പോൾ ലഗ്രാഞ്ചി പോളിനോമിയൽ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഞാനിപ്പോൾ എടുക്കുന്നത്. എൽ നോട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് x1 മൈനസ് എക്സ് ബൈ x1 മൈനസ് എക്സ് നോട്ട് ആണ്. അതാണ് അതിന്റെ ഫോർമുല. ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. ആദ്യം എൽ നോട്ട് എന്ന് പറയുമ്പോൾ
x1 നിന്ന് തുടങ്ങാം. x1 മൈനസ് എക്സ് ബൈ x1 മൈനസ് എക്സ് നോട്ട്. എക്സിന്റെ നേരെ താഴെ എക്സ് നോട്ട് വരിക. എൽ നോട്ട് ഓഫ് എന്ന് പറയുമ്പോൾ എക്സിന്റെ നേരെ താഴെ എക്സ് നോട്ട് വരിക. അപ്പോൾ എൽ നോട്ട് ഓഫ് എക്സ് നോട്ട് എന്തായിരിക്കും? x1 മൈനസ് എക്സ് നോട്ട് ബൈ x1 മൈനസ് എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കില്ലേ? ഇനി എൽ നോട്ട് മൈനസ് x1 എന്തായിരിക്കും? x1 മൈനസ് x1 ബൈ x1 മൈനസ് എക്സ് നോട്ട് 0 ആയിരിക്കും. സിമിലർലി L1 ഓഫ് എക്സിന് x മൈനസ് എക്സ് നോട്ട് ബൈ x1 മൈനസ് എക്സ് നോട്ട് എഴുതാം. L1 ആവുമ്പോൾ എക്സിന് നേരെ താഴെ x1 വരിക. അപ്പോൾ L1 ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0, L1 ഓഫ് x1 ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇനി P2 ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് നോട്ട് എൽ നോട്ട് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് x1 L1 ഓഫ് എക്സ്. P2 of x naught equal to f of x naught. P2 of x1 equal to f of x1 എന്ന് കിട്ടും. ഇനി n equal to 3 ആവുമ്പോൾ നമുക്ക് 3 L നോട്ട് L1 L2 എന്ന് കിട്ടും. അപ്പോൾ L നോട്ട് of x is equal to x2 minus x by x2 minus x into x1 minus x by x2 minus x naught into x1 minus x naught. ഇവിടെ xന്റെ താഴെ x naught ആ രീതിയിൽ ഓർത്ത് വെക്കാം. അപ്പോൾ L നോട്ട് ഓഫ് എക്സ് നോട്ട് 1, L നോട്ട് ഓഫ് x1 0, L നോട്ട് ഓഫ് x2 0. ഈ സെയിം ആയി വരുമ്പോൾ L കഴിഞ്ഞിട്ട് വരുന്നതും x കഴിഞ്ഞിട്ട് വരുന്നതും സെയിം ആകുമ്പോൾ മാത്രം 1 ആവും, ബാക്കിയെല്ലാം 0 ആവും. അപ്പോൾ P3 ഓഫ് എക്സ് ഈ ഫോം എടുക്കും. എഫ് ഓഫ് എക്സ് നോട്ട് L നോട്ട് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് x1 L1 ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് x2 L2 ഓഫ് എക്സ്. ഇൻ ജനറൽ ജനറലി n ആവുമ്പോൾ L R of xi എന്ന് പറയുന്നത് 0 ഈ 5 നോട്ട് ഈക്വൽ ടു ആറും 1 5 ഈക്വൽ ടു ആറും ആവും. ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ P2 ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്ന കേസ് വരുമ്പോൾ നമ്മൾ പഠിച്ച ട്രപ്പിസോയിഡൽ റൂൾ വരും. ഇന്റഗ്രൽ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ P3 ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ സിംപ്സൺസ് റൂൾ വരും. ഇനി define the functions L naught of x equal to x minus x1 by x naught minus x1 and L1 of x equal to x minus x naught by x1 minus x naught. The linear Lagrange interpolative polynomial through ഈ രണ്ട് പോയിന്റ്സിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ. അപ്പോൾ x1 minus x1 by x naught minus x1 into f of x naught plus x minus x naught by x1 minus x naught into f of x1. ഇനി ഇത് ഞാനിപ്പോൾ പറഞ്ഞു തന്ന കാര്യമാണ് ഈ പോളിനോമിയൽ വാല്യൂസ്. ഇപ്പോൾ പി ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു വൈ നോട്ട് എന്ന് വരും. പി ഓഫ് എക്സ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു വൈ വൺ എന്ന് വരും. വൈ നോട്ട് വൈ വൺ. ഇനി അപ്പോൾ പി ഈസ് യുണീക് പോളിനോമിയൽ ഓഫ് ഡിഗ്രി അറ്റ് മോസ്റ്റ് one that passes through x naught, y naught and x1 by 1. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. Determine the Lagrange polynomial, interpolative polynomial that passes through the points 2, 4 and 5, 1. അപ്പോൾ L naught of x എന്ന് പറയുമ്പോൾ x minus 5 by 2 minus 5. അത് minus 1 by 3 into x minus 5 ആണ്. L1 of x എന്ന് പറയുന്നത് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ x minus 2 by 5 minus 2 എന്നല്ലേ കിട്ടുക. കാരണം L1ൻ്റെ പോയിന്റ് പറയുമ്പോൾ x minus x naught by x1 minus x naught. അപ്പോൾ x minus x naught 2, x1 5, x naught 2. അപ്പോൾ അത് 1 by 3 into x minus 2 കിട്ടും. അപ്പോൾ p of x കിട്ടുക minus 1 by 3 x minus 5 into 4 plus 1 by 3 x minus 2 into 1 ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ minus x plus 6 എന്ന് കിട്ടും. ഇതതിൻ്റെ ഒരു ഗ്രാഫാണ്. ആ ഫംഗ്ഷൻ ആ പോളിനോമിയൽ നമ്മൾ ഗ്രാഫാക്കി വരച്ചു കഴിഞ്ഞാൽ
ഇങ്ങനെയാണ് കിട്ടുക -x+6. അതിന് ഒരു ലീനിയർ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ലേ -x+6ന്റെ ഗ്രാഫ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് തിയറം 3.2 ആണ്. If x0, x1, etc., xn are n+1 distinct numbers and a function f is a function whose values are given at these numbers, then a unique polynomial p of x of degree at most n exists with f of xk equal to p of xk for each k is equal to 0 to n. The polynomial is given by p of x equal to f of x0, l of n0, n comma 0 of x, etc. f of xn, ln comma n of x equal to summation k is equal to 0 to n f of xk ln k of x for k is equal to 0 to n. അതായത് x0, x1 അങ്ങനെ xn വരെ n+1 ഡിസ്റ്റിങ്ക്റ്റ് നമ്പേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. എഫ് ഒരു ഫംഗ്ഷൻ ആണ്. അത് ഈ ഓരോ പോയിന്റ്സിലും ഈ n+1 പോയിന്റ്സിലും അതിന്റെ ഫംഗ്ഷൻ വാല്യൂസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു യുണീക്ക് പോളിനോമിയൽ ഓഫ് ഡിഗ്രി അറ്റ്മോസ്റ്റ് n വിത്ത് എഫ് ഓഫ് എക്സ് കെ ഈസ് ഈക്വൽ ടു പി ഓഫ് എക്സ് കെ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. ഈ പോളിനോമിയലിനെ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇത്. പി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് എൽ എൻ. ഇതിനുള്ള ഈ എൽ എൻ നോട്ട് എന്നുള്ളതിന്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൽ എൻ കെ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതാണ് അതിന്റെ ജനറൽ ഫോർമുല. ഈ ഫോർമുല ഒന്ന് പഠിച്ചു വെക്കണം. എക്സ് മൈനസ് എക്സ് നോട്ട് എക്സ് മൈനസ് എക്സ് കെ മൈനസ് 1 എക്സ് മൈനസ് എക്സ് കെ പ്ലസ് 1 എക്സെട്ര എക്സ് മൈനസ് എക്സ് എൻ ബൈ എക്സ് കെ മൈനസ് എക്സ് നോട്ട് എക്സെട്ര എക്സ് കെ മൈനസ് എക്സ് കെ മൈനസ് 1 എക്സ് കെ മൈനസ് എക്സ് കെ പ്ലസ് 1 എക്സെട്ര എക്സ് കെ മൈനസ് എക്സ് എൻ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എൽ എൻ കെ എന്ന് കിട്ടുന്നത് ഈ ഫോർമുല ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഈ ഫോർമുലാസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ എൽ എൻ കെനെ നമ്മൾ എൽ കെ ഓഫ് എക്സ് എന്ന് വരും അതിന്റെ ഡിഗ്രിയിൽ കൺഫ്യൂഷൻ ഇല്ലാത്ത സമയത്ത്. ഈ എക്സാമ്പിൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യേണ്ടതാണ്. ഞാൻ ചെയ്തു തരാത്ത എല്ലാ എക്സാമ്പിൾസും വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾസ് മാത്രം, എക്സസൈസസ് വേണ്ട വിട്ടോളൂ. വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾസ് ഞാൻ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലാത്തത് നിങ്ങൾ തന്നെ വായിച്ചു നോക്കി ചെയ്യേണ്ടതാണ്. എല്ലാം വർക്ക്ഡ് ഔട്ട് ആയത് കാരണം ഡൗട്ട് വരാൻ ചാൻസ് ഇല്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരെണ്ണത്തിന്റെ സെയിം മെത്തേഡ് തന്നെയാണ് ബാക്കിയുള്ളത് പോകുന്നത്. അടുത്ത് നമ്മൾ പോകുന്നത് തിയറം 3.3ലേക്കാണ്. സപ്പോസ് x0, x1, etc., xn are distinct numbers in the interval a comma b. f belong to cn+1 a comma a b. Then for each x in a comma b, the number theta of x generally unknown between minimum of x0, x1, etc., xn and maximum of x0, x1, etc., xn, and hence in AB exists with f of x equal to p of x plus f n+1 of theta of x by n+1 factorial into x minus x0, x minus x1, etc., x minus xn, where Pn is the interpolating polynomial given in the equation 1. ഇനി സപ്പോസ് നമുക്ക് n+1 ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് തന്നിട്ടുണ്ട് x0, x1, etc., xn എന്നുള്ളത് a, b എന്നുള്ള ഇന്റർവെല്ലിൽ. എഫ് സി n+1 ഓഫ് a, bയിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്.
അങ്ങനെയാണെങ്കിൽ ഓരോ എക്സിനും എ ബിയിലുള്ള ഓരോ എക്സിനും സീറ്റ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പർ കിട്ടും. അത് മിനിമം ഓഫ് എക്സ് നോട്ട് ടു എക്സ് എന്നിൻ്റെയും മാക്സിമം ഓഫ് എക്സ് നോട്ട് ടു എക്സ് എന്നിൻ്റെയും ഇടയിൽ കിടക്കുന്ന ഒരു സീറ്റ ഓഫ് എക്സ് ആയിരിക്കും. അപ്പോൾ ഈ ഓപ്പൺ എ ബിയിൽ എഫ് ഓഫ് എക്സിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പി ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എൻ പ്ലസ് വൺ സീറ്റ ഓഫ് എക്സ് എക്സ് by n minus 1 n plus 1 factorial into x minus x naught into x minus x1 into x minus xn എന്നുള്ള രീതിയിൽ പി എന്നിൻ്റെ ഇന്റർപോളേറ്റീവ് പോളിനോമിയൽ ആണെന്നുള്ള രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിന്റെ പ്രൂഫ് നോക്കാം. ഫസ്റ്റ് നമ്മൾ x ഈക്വൽ ടു എക്സ് കെ ഫോർ കെ ഈസ് ഈക്വൽ ടു 0 to n. ഇനി f of x k equal to p of x k and choosing theta of xk arbitrarily in AB yields equation 3. If x not equal to xk for all k is equal to 0 to n, define g for t in AB as g of t is equal to f of t minus p of t minus f of x minus p of x into t minus x naught t minus x1 t minus xn by x minus x naught x minus x1 etc. x minus xn equal to f of t minus p of t minus f of x minus p of x into product of I is equal to 0 to n t minus x by t x minus xi. ഇനി ഇതാണ് ജി ഓഫ് ടിയുടെ എക്സ്പ്രഷൻ. ജി ഓഫ് ടി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. ജി ഓഫ് ടിനെ ഈ രീതിയിൽ ഡിഫൈൻ ചെയ്യണം. അപ്പൊ അത് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ആണ് നമുക്ക് കിട്ടുക. ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ആണ് കിട്ടുക ഫൈനലി ജി ഓഫ് ടിക്ക്. ഇനി എഫ് സി എൻ പ്ലസ് വൺ ഫംഗ്ഷൻ ആയതുകൊണ്ട് പി സി ഇൻഫിനിറ്റി ഫംഗ്ഷനും ആയതുകൊണ്ട് ജി സി എൻ പ്ലസ് വൺ ഫംഗ്ഷൻ ആയിരിക്കും. അത് ഇതിന്റെ എക്സ്പ്രഷൻ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു എക്സ് കെക്ക് നമുക്ക് ജി ഓഫ് എക്സ് കെനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ജി ഓഫ് എക്സ് കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം എഫ് ഓഫ് എക്സ് കെ മൈനസ് പി ഓഫ് എക്സ് കെ വരും. ആ പോർഷൻ 0 ആയിരിക്കും. കാരണം ഈ പോയിന്റ്സിലൊക്കെ എക്സ് നോട്ട് ടു എക്സ് എന്നിലെ ഓരോ എക്സ് കെക്കും എഫും പിയും കോയിൻസൈഡ് ചെയ്യുന്ന പറഞ്ഞിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം അത് 0 ആയിരിക്കും. ഇനി ഈ പോർഷൻ എടുക്കുകയാണെങ്കിൽ എക്സ് കെ മൈനസ് എക്സ് കെ ബൈ എക്സ് മൈനസ് എക്സ് കെ എന്നായിരിക്കും ഇവിടെ വരിക. ഈ പ്രോഡക്റ്റിലെ ഒരു ടേം അങ്ങനെ വരും. അപ്പൊ ഇതും 0 ആയിരിക്കും. അപ്പൊ ഇതും 0 ആയിരിക്കും. ഇൻറ്റു 0 വരുന്നത് കാരണം ടോട്ടലി ജി ഓഫ് എക്സ് കെ എന്ന് പറയുന്നത് 0 ആയിരിക്കും. മോർ ഓവർ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് മൈനസ് പി ഓഫ് എക്സ് minus f of x into p of x into product I is equal to 0 to n x minus xi by x minus xi എന്ന് വരുന്നത് കാരണം f of x minus p of x minus f of x minus p of x എന്ന് പറയുമ്പോൾ അതും 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ജി ഓഫ് എക്സ് എന്ന് പറയുന്നതും 0 ആയിട്ട് കിട്ടും. ഇനി ജി ഒരു സി എൻ പ്ലസ് വൺ എ ബിയിലെ ഫംഗ്ഷൻ ആണ്. ആൻഡ് ജി 0 ആണ് at n plus 2 distinct members x, x naught, etc. up to xn ഇതിലൊക്കെ ജി 0 ആണ്. അപ്പൊ ജനറലൈസ്ഡ് റോൾസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് there exists theta such that in AB in open AB such that g of n plus 1 of theta equal to 0 എന്ന് കിട്ടും. g of t is equal to f of t minus p of t minus f of x minus p of x into product I is equal to 0 to n t minus x by x minus x xi. അപ്പം എന്ത് കിട്ടും? ഇങ്ങനെ കിട്ടും. g of n g n plus 1 of theta equal to f n plus 1 of theta just differentiate ചെയ്യാം. n plus 1 times differentiate ചെയ്യുക. അപ്പോൾ ഇവിടെ n plus 1 times differentiate ചെയ്യുക. അപ്പോൾ dn plus 1 by dt n plus 1 product I is equal to 0 to n t minus xi by x minus xi at t is equal to theta. അതാണ് ഇവിടെ ജസ്റ്റ് ക്ലിയർ ആയിട്ടില്ലാന്ന് തോന്നുന്നു. അത് ഞാൻ വീണ്ടും ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിന്റെ പിക്ചർ അയച്ചു തരാം. എഴുതിയതിന്റെ അതാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് എന്ത് കിട്ടും? ജി എൻ പ്ലസ് 1 തീറ്റ ഈക്വൽ ടു 0 എന്ന് കിട്ടും.
ഇനി ഇത് ഈക്വൽ ടു എഫ് എൻ പ്ലസ് 1 ഓഫ് സീറ്റ minus Pn plus 1 of theta minus f of x minus P of x dn plus 1 by dtn plus 1 product I is equal to 0 to n t minus xi by x minus xi t is equal to theta എന്ന് കിട്ടും. അപ്പോൾ P of x എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ ഓഫ് ഡിഗ്രി അറ്റ്മോസ്റ്റ് n ആണ്. സോ n പ്ലസ് വൺസ്റ്റ് ഡെറിവേറ്റീവ് അതായത് Pn പ്ലസ് 1 ഓഫ് 0 ഐഡന്റിക്കലി 0 ആയിരിക്കും. കാരണം ഒരു താഴെയുള്ളൊരു ഡിഗ്രി പോളിനോമിയലിന്റെ ഹയർ ഡെറിവേറ്റീവ് എപ്പോഴും 0 ആയിരിക്കും. ഇപ്പോൾ ഒരു 2 ഡിഗ്രി പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ 3 ഡിഗ്രി 3 ഓർഡർ ഡെറിവേറ്റീവ് 4 ഓർഡർ ഡെറിവേറ്റീവ് ഒക്കെ 0 ആയിരിക്കും. അതുകൊണ്ട് n പ്ലസ് 1th ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അറ്റ്മോസ്റ്റ് n ആണ് ഈ പിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ഇനി ഓൾസോ I is equal to product I is equal to 0 to n t minus xi by x minus xi എന്ന് പറയുന്നത് പോളിനോമിയൽ ഓഫ് ഡിഗ്രി n പ്ലസ് 1 ആണ്. സോ പ്രോഡക്റ്റ് I is equal to 0 to n t minus xi by x minus xi എന്ന് പറയുന്നത് 1 by product I is equal to 0 to n x minus xi t n plus 1 plus lower degree terms in t ആയിരിക്കും. അപ്പോൾ dn plus 1 by dtn plus 1 product I is equal to 0 to n t minus xi by x minus xi product I is equal to n plus 1 factorial by product I is equal to 0 to n x minus xi എന്ന് വരും. അപ്പോൾ ഇക്വേഷൻ 4 എന്താവും? 0 is equal to fn plus 1 of theta minus 0 minus f of x minus fp of x into n plus 1 factorial by product I is equal to 0 to n x minus xi എന്നാവില്ലേ? fn plus 1 of theta എന്ന് പറയുന്നത് f of x minus p of x into n plus 1 factorial by product x minus xi എന്നാവില്ലേ? അതിൽ നിന്ന് f of x is equal to p of x plus fn plus 1 theta by n plus 1 factorial into product y equal to 0 to n x minus xi now. Ini Lagrange polynomial of degree n uses information at distinct numbers x, x0, x1, etc. xn and in place of x minus x0 whole power n, its error formula uses a product of n plus 1 terms. ആ ടേംസിൻ്റെ ആ ഫോർമുലയാണ് ഇത്. അപ്പം അതിൽ നിന്ന് നമുക്ക് എഫ് എൻ പ്ലസ് 1 ഓഫ് സീറ്റ ഓഫ് എക്സ് ബൈ എൻ പ്ലസ് 1 ഫാക്ടോറിയൽ എക്സ് മൈനസ് എക്സ്